ബ്രെഡ് മുട്ടയും ഉണ്ടെങ്കിൽ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ലൈറ്റാണ് തന്നത്. വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. പിസ്സ ടേസ്റ്റിൽ വരുന്നൊരു സ്നാക്സാണ്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇതിന് ഓവനൊന്നും വേണ്ട കേട്ടോ, നമ്മൾ ഫ്രൈ പാനിൽ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലെന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ എന്നൊന്ന് നോക്കാം. ഇപ്പോൾ ഇതാ ക്യാരറ്റും കാബേജും തക്കാളി എല്ലാം ഒരു ചെറിയ പീസ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ബ്രെഡ്, ഒരു 2 ബ്രെഡ് എടുത്തിട്ടുള്ളൂ, 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രൈ പാനിൽ ബട്ടർ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നന്നായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം ഉപ്പിട്ടുങ്ങാണ്ട് ഇളക്കി വെച്ച കോഴിമുട്ടയിൽ നിന്ന് കുറച്ച് പകുതി ഒഴിച്ച് കൊടുക്കുക ഫസ്റ്റ്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ബ്രെഡ് പീസ് വെച്ച് കൊടുക്കുക. ബ്രെഡ് പീസ് നമ്മൾ ഏത് രീതിയിൽ വേണമെങ്കിലും, ഇപ്പോൾ കട്ട് ചെയ്യാതെ അങ്ങനെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ബാക്കി കോഴിമുട്ട കലക്കി വെച്ചതില്ലേ അതും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ കുറച്ച് പിസ്സ സോസ് ഒഴിച്ച് കൊടുക്കുക. അതുണ്ടെങ്കിൽ മാത്രം, നിർബന്ധമൊന്നുമില്ല, ഇല്ലെങ്കിൽ നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്താലും മതി. ഇനി കുറച്ച് ഒറിഗാനും കൂടെ അതിൻ്റെ മുകളിൽ ഞാൻ ഇട്ട് കൊടുത്തു. അതിന് ശേഷം ചില്ലി ഫ്ലേക്സ് കുറച്ച് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഇല്ലേ അതെല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം അതും മുകളിൽ ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. എല്ലാ വെജിറ്റബിൾസും ഇട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനും കൂടെ ഞാൻ മുകളിലും കൂടെ കുറച്ച് ഇട്ട് കൊടുത്തു കേട്ടോ. ഇതിൻ്റെ മുകളിൽ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസുകൾ മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കുക്കുംബർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. പിന്നെ ചിക്കൻ്റെ പീസ് ഉണ്ടെങ്കിൽ അതും കൂടെ ചെറിയ പീസാക്കിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി കുറച്ച് ടൊമാറ്റോ സോസും കൂടെ അതിൻ്റെ മുകളിൽ ഞാൻ ഒഴിച്ച് കൊടുത്തു. ഇനിയിപ്പോൾ കുറച്ച് മയോണൈസും കൂടെ അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തു. മയോണൈസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ മൊസറല്ല ചീസും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. മൊസറല്ല ചീസ് അല്ലെങ്കിൽ സാദാ ചീസായാലും കുഴപ്പമൊന്നുമില്ല. അതെല്ലാ ഭാഗത്തും കുറേശ്ശെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇനി പാത്രം മൂടി വെക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് എടുക്കുമ്പോഴേക്കും ഇതൊക്കെ സെറ്റായി വരും. ഈ ചീസ് മെൽറ്റായി വരുമ്പോൾ തന്നെ അത് റെഡിയാവും. ഇതാ ഇപ്പോൾ ചീസൊക്കെ മെൽറ്റായി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഇത് അടിഭാഗം നന്നായിട്ട് കട്ടിയായി പോവും. അപ്പോൾ അത്രക്ക് സമയം എടുക്കണ്ട. ഇതിപ്പോൾ നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് പെട്ടെന്ന് കടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റുന്നൊരു ഐറ്റമാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക. കോഴിമുട്ട ബ്രെഡും വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.